പ്രിയപ്പെട്ടവരെ, ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന അല്ലെങ്കിൽ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അപ്പോൾ ലൈഫ് പദ്ധതിയിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ഇപ്പോൾ 5.5 ലക്ഷത്തോളം വീടുകളാണ് ലൈഫ് പദ്ധതിയിൽ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ 2016 മുതൽ തുടങ്ങി ഇപ്പോൾ 5.5 ലക്ഷം വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഒരു 50,000 ആളുകൾക്ക് കൂടി ഈ ഒരു സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിർമ്മാണം തുടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്നാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് 50,000 ആളുകൾക്ക് എഗ്രിമെൻ്റ് വെച്ച് വീട് നിർമ്മാണം തുടങ്ങാനും കൃത്യമായ ഫണ്ട്, അതായത് ഇപ്പോഴൊരു പുതിയ തീരുമാനമെന്ന് പറഞ്ഞാൽ ഫണ്ടിൻ്റെ ഒരു പ്രശ്നം പല ആളുകൾക്കും നേരിടുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഈ വീടുകളുടെ നിർമ്മാണത്തിന് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് നേരത്തെ തന്നെ സർക്കാർ ഉത്തരവായതാണ്. പക്ഷേ അത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഗുണഭോക്താക്കൾക്ക് കൃത്യമായി ഫണ്ട് ലഭിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാർ ഒരു വായ്പ എടുത്തിട്ടുണ്ട് ഹഡ്കോയിനിൽ. അത് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ കുടിശ്ശികയുള്ള ഗഡുക്കളെല്ലാം വിതരണം ചെയ്യുകയും ഈ 50,000-ഓളം ആളുകൾക്ക് പുതുതായി വീട് നിർമ്മിക്കാനുള്ള എഗ്രിമെൻ്റ് വെച്ച് ആദ്യ ഗഡു കൊടുക്കുവാനുമാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ലൈഫ് പദ്ധതിയിൽ ഒരാളെ ഉള്ളെങ്കിലും ആ ആളിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പദ്ധതിയിൽ അവർക്ക് വീട് ലഭിക്കുന്നതിന്, അതായത് നേരത്തെ ചില തടസ്സങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടം സർക്കാർ അങ്ങനെ കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. എങ്കിലും ഇടയ്ക്ക് ഒരു പ്രശ്നം വന്നിരുന്നു, ഈ ഒരാൾക്ക് വേണ്ടി വീട് കൊടുക്കണോ എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തി ആയാൽ പോലും ആ വ്യക്തിക്ക് അർഹതയുള്ള ആളാണെങ്കിൽ ആ വ്യക്തിക്ക് വീട് കൊടുക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് ഉള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ സർക്കാരിന് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിനുള്ളിൽ ഈ വീടുകളുടെ എല്ലാം നിർമ്മാണവും എല്ലാം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ലിസ്റ്റിലുള്ള ഏകദേശം 50,000-ഓളം ആളുകൾക്കാണ് ഇപ്പോൾ വീട് ലഭിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് കാണാനും ഒക്കെ മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.